എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സെറ ഗ്ലാസ് എപ്പോക്സി ചെയ്യുന്ന വിധമാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. സെറ ഗ്ലാസ് എപ്പോക്സി 63 എന്ന കമ്പോണന്റാണ് ഇന്ന് നമ്മളിവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത്. എപ്പോക്സി ചെയ്യുവാൻ വളരെയധികം എളുപ്പമുള്ള ഒരു മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയലിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെറ ഗ്ലാസ് എപ്പോക്സി 63യുടെ ബേസ് മെറ്റീരിയൽ, അതുപോലെ ഹാർണർ എന്നിവയാണ്. 400 ഗ്രാമിന്റെ ബോട്ടിലിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോക്സി കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുവാൻ വേണ്ടി ഈ ഒരു കമ്പോണന്റിന്റെ കൂടെ ഗ്ലൗസും നമ്മൾക്ക് പ്രത്യേകം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു ബ്ലേഡും ഈ ഒരു പാക്കറ്റിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ഇതിനു പുറമെ നമ്മൾക്ക് ആവശ്യമായുള്ളത് കളർ പിഗ്മെന്റ് ആണ്. കളർ പിഗ്മെന്റിന് ഏകദേശം 100 രൂപയോളം വിലയാണ് വരുന്നത്. 24 കളറുകളിൽ അവൈലബിൾ ആയിട്ട് ഈ ഒരു പിഗ്മെന്റ് നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഗ്ലാസ് എപ്പോക്സി ചെയ്തു കഴിഞ്ഞാൽ സാധാരണ എപ്പോക്സി ചെയ്യുന്നതിനേക്കാൾ ഫിനിഷിംഗ് ആയിരിക്കും. ടൈൽസ് ജോയിന്റ് നമ്മൾക്ക് അണ്ടർഫിൽ ചെയ്യേണ്ടതുണ്ട്. അണ്ടർഫിൽ ചെയ്തതിന് ശേഷമാണ് ഗ്ലാസ് എപ്പോക്സി ഉപയോഗിക്കുന്നത്. അണ്ടർഫിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം അണ്ടർഫിൽ ചെയ്യുവാൻ. ടൈൽസ് ജോയിന്റിൽ നിന്നും ഏകദേശം 2 mm താഴെ വരെ അണ്ടർഫിൽ ചെയ്ത് നിറച്ചിരിക്കണം. അതിനുശേഷം ഇതിന്റെ പുറത്തുള്ള പൊടികൾ എല്ലാം വാക്വം പമ്പ് ഉപയോഗിച്ച് പൊടികളെല്ലാം റിമൂവ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഗ്ലാസ് എപ്പോക്സി ചെയ്യുവാൻ പാടുള്ളൂ. ഗ്ലാസ് എപ്പോക്സി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അണ്ടർഫിൽ ചെയ്തതിന് പിറ്റേ ദിവസം മാത്രമേ ഗ്ലാസ് എപ്പോക്സി ചെയ്യുവാൻ പാടുള്ളൂ. ഈ കാണുന്നത് പോലെ തന്നെ ഒരു പൊടിയും ഇല്ലാതെ വളരെയധികം വൃത്തിയുള്ളതായിരിക്കണം ടൈൽസിന്റെ ഉപരിതലം. സാധാരണ എപ്പോക്സി ചെയ്യുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് കഴുകാറുണ്ട്. ഇതിനെ വെള്ളമൊഴിച്ച് കഴുകേണ്ട ആവശ്യം ഇല്ല. ഗ്ലാസ് എപ്പോക്സി ഗ്ലോസി ഫിനിഷിംഗ് ടൈലിൽ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിന്റെ മിക്സിംഗ് റേഷ്യോ പരിശോധിക്കാം. ആദ്യം തന്നെ നമ്മൾ ബേസ് മെറ്റീരിയലാണ് എടുത്ത് മിക്സ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇതുപോലുള്ള ഒരു പാത്രത്തിൽ ബേസ് മെറ്റീരിയൽ ഒഴിച്ചതിന് ശേഷം ഈ ഒഴിച്ചതിന്റെ 20% കുറവായിട്ട് വേണം ഹാർണർ ഒഴിക്കുവാൻ വേണ്ടി. ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അളവുകൾ മനസ്സിലുണ്ടാകും. നിങ്ങൾ ചെയ്യുമ്പോൾ അളവുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ചെയ്യുവാൻ. ഏകദേശം 1 മിനിറ്റോളം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു കമ്പോണന്റ് മിക്സിംഗ് റേറ്റ് 1:1.8 ആണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കളർ പിഗ്മെന്റ് ചേർക്കുക. കളർ പിഗ്മെന്റ് കുറച്ച് മതി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കുവാൻ വേണ്ടി. ഇനി നല്ലതുപോലെ തന്നെ ഇളക്കി ഈ ഒരു ബേസും ഹാർണറും കളർ പിഗ്മെന്റും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം 1 മിനിറ്റോളം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ ഇത് നമ്മൾക്ക് ടൈൽസിൽ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഗ്ലാസ് എപ്പോക്സി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ടൈൽസിന്റെ ഉപരിതലത്തിൽ വെള്ളത്തിന്റെ നനമോ അതുപോലെ തന്നെ അണ്ടർഫിൽ ചെയ്ത ഗ്രൗട്ട് ഈർപ്പം ഉണ്ടായിരിക്കുവാൻ പാടില്ല. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഓയിൽ ക്യാൻ ആണ്. വളരെ കുറച്ച് എപ്പോക്സി എടുത്ത് യൂസ് ചെയ്യുവാൻ പാടുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുവാൻ സാധ്യതയുണ്ട്. ഈ ഒരു 2 ബോട്ടിലിലേക്ക് എപ്പോക്സി നിറച്ചതിന് ശേഷം ഇനി നമ്മൾക്ക് ടൈൽസിലേക്ക് അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോക്സി യൂസ് ചെയ്യുമ്പോൾ ടൈൽസിൽ പൊടികളും മറ്റും പാടില്ല. പൊടികളുണ്ടെങ്കിൽ ഈ ഒരു എപ്പോക്സി ചെയ്യുമ്പോൾ പൊടികൾ പുറത്തേക്ക് തള്ളി വന്ന് എപ്പോക്സി വൃത്തികേടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഈ ഒരു എപ്പോക്സിക്ക് ഏകദേശം 1400 രൂപയോളം വിലയുണ്ട്.
മെറ്റാലിക് കളർ പിഗ്മെന്റിന് 150 രൂപയും മെറ്റാലിക് പേസ്റ്റ് പിഗ്മെന്റിന് 100 രൂപയുമാണ് വില. അങ്ങനെ 350ഓളം സ്ക്വയർ ഫീറ്റ് നമ്മൾക്ക് ഈസിയായി ചെയ്യുവാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യുവാൻ ഏകദേശം 4 രൂപയോളം ചെലവാകും. ഈ ഒരു എപ്പോക്സി ചെയ്തതിനു ശേഷം 24 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ചീകി മിനുക്കിയെടുക്കുവാൻ പറ്റുകയുള്ളൂ. ഓയിൽ ക്യാൻ ഉപയോഗിച്ച് ചെയ്തതുകൊണ്ട് തന്നെ കൂടുതലായി എക്സസ് ആകാതെ മെറ്റീരിയൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ 1-2 ടൈലുകളിൽ ഇതുപോലെ മെറ്റീരിയൽ എക്സസ് ആയിട്ടുണ്ട്. അത് ഈ ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾക്ക് ചീകി എടുക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ കത്തി പിടിച്ച് വളരെ പതുക്കെ 24 മണിക്കൂറിന് ശേഷം നമ്മൾ ചീകിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായും നല്ല ഒരു ഫിനിഷിങ്ങോടുകൂടി ഈ ഗ്ലാസ് എപ്പോക്സി നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് എപ്പോക്സി എല്ലാ ടൈൽസ് കടകളിലും ലഭ്യമാണ്.